കഴിഞ്ഞ കുറച്ച് ദിവസമായി കൊട്ടാരക്കരയിലെ ഒരു ന്യൂജൻ സുശേഷനുണ്ട്, ടിനു ജോർജ്. അദ്ദേഹം സ്വയം പ്രഖ്യാപിത അപ്പോസ്തലനാണ്. I am an apostle. അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ്, I am an apostle. ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം സ്വയം പ്രഖ്യാപിത അപ്പോസ്തലനാണ്. ഈ അപ്പോസ്തലൻ എന്ന് പറയുന്ന, സത്യം പറഞ്ഞ ക്രൈസ്തവര് അപ്പോസ്തലൻ എന്ന് വിശ്വസിക്കുന്നത് കർത്താവിന്റെ ശിഷ്യന്മാരെയാണ്. അപ്പൊ ഇദ്ദേഹം കർത്താവിന്റെ ശിഷ്യനായിട്ട് സ്വയം പ്രഖ്യാപിച്ച് അവരോധിച്ചിരിക്കുക. അദ്ദേഹം ഓരോരുത്തരത്തൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ചില പോസ്റ്ററിനകത്തോ അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അപ്പോസ്തലൻ എന്നാണ്. അപ്പോസ്തലൻ ടിനു ജോർജ്. അയാമാനെ അപ്പോസ്തലൻ, അയാമാനെ അപ്പോസ്തലൻ. കേൾക്കാനൊക്കെ ഒരു സുഖമുണ്ട്. അദ്ദേഹം ആദ്യം അദ്ദേഹത്തെ കുറിച്ച് 2-3 ദിവസത്തിന് മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നത്, അദ്ദേഹത്തിന് പൈസ കൊടുത്തില്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ ചർച്ചിന് പൈസ കൊടുത്തില്ലെങ്കിൽ, ദശാംശം കൊടുത്തില്ലെങ്കിൽ, സംഭാവന കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ കൊടുക്കരുതെന്ന് പറയുന്നവര് ഉണ്ടെങ്കിൽ അവരുടെ പ്രോസ്പെരിറ്റി അദ്ദേഹം തടയുമെന്ന്. ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ ദിവസം വിളിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ കളിയാക്കരുത്. കാരണം അദ്ദേഹം പറഞ്ഞാൽ ദൈവം ഫോണിൽ വിളിക്കാറുണ്ട്. പിന്നെ കേരളത്തിൽ കിട്ടിയ അംഗീകാരം മലയാളത്തിലാണ് ദൈവം സംസാരിച്ചത്. അതിലേക്ക് നമുക്ക് രണ്ടാമത് വരാം. ഇദ്ദേഹം ആദ്യം പറഞ്ഞത് ഇദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പൈസ കൊടുക്കരുത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചർച്ചിന് പൈസ കൊടുക്കരുത് എന്ന് പറയുന്നവർ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരിപ്പുണ്ടെങ്കിൽ, അദ്ദേഹം നടത്തുന്ന യോഗത്തിലുണ്ടെങ്കിൽ അവർക്കുള്ള പ്രോസ്പെരിറ്റി ഇദ്ദേഹം തടയുമെന്ന്, അദ്ദേഹം ഇല്ലാതാക്കുമെന്ന്. ഇപ്പൊ ദൈവം അനുഗ്രഹം കൊടുക്കുന്നത് ഇദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ്. അല്ല, പുള്ളി പറയുന്നത് സാത്താന്റെ പണിയാണ് പുള്ളി ചെയ്യുന്നത്. ഇത് ഇല്ലാതാക്കുന്നത് സാത്താനാണല്ലോ, സാത്താന്റെ പണിയാണല്ലോ പ്രോസ്പെരിറ്റി ഇല്ലാതാക്കുക എന്നുള്ളത്. അപ്പൊ അപ്പോസ്തലനാണോ സാത്താനാണോ എന്നുള്ളത് മുന്നിലിരിക്കുന്ന വിശ്വാസികൾ തീരുമാനിക്കണം. അവിടെ വലിയ പ്രശ്നം. ഇദ്ദേഹം പറയുന്നത് കൈയടിക്കാനും ഇദ്ദേഹം പറയുന്നത് കേട്ട് സ്തോത്രം പറയാനും ഒക്കെ ആയിട്ടാണ് മുന്നിരിക്കുന്ന പട്ടിണി പാവങ്ങൾ. പൈസ ഉള്ളവരാരെങ്കിലും, കാശുള്ളവരാരെങ്കിലും ഇദ്ദേഹത്തിന് മുന്നിൽ പോകും. അന്തസ്സുള്ള കുടുംബത്തിലുള്ള ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ മുന്നിൽ പോകത്തില്ല. അദ്ദേഹത്തിന്റെ യോഗത്തിലൊക്കെ പോയി കണ്ടാൽ പട്ടിണി പാവങ്ങളായിട്ട് ക്യാൻസർ പേഷ്യൻസും അതുപോലെ തന്നെ കുടുംബത്ത് ഇപ്പൊ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും പ്രശ്നമുണ്ട്. പക്ഷെ അതിൽ തീരെ നിവൃത്തിയില്ലാത്ത ആളുകളാണ്. ഇദ്ദേഹം പ്രാർത്ഥിച്ചാൽ പ്രോസ്പെരിറ്റി കിട്ടും, ഇദ്ദേഹം പ്രാർത്ഥിച്ചാൽ അസുഖം മാറും. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹം പറഞ്ഞാൽ ക്യാൻസർ മാറുമെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം പറഞ്ഞാൽ അനുഗ്രഹം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് തടയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്ന, അദ്ദേഹം പറഞ്ഞാൽ ഇതെല്ലാം കിട്ടുമെന്ന്. അതാണ് ആദ്യം വന്ന വീഡിയോ. അദ്ദേഹത്തെ കുറിച്ച് ആദ്യം വന്ന വീഡിയോ അതാണ്. എന്റെ ഒരു സംശയം, ഇദ്ദേഹം പറഞ്ഞാൽ ക്യാൻസർ രോഗം മാറും, ഇദ്ദേഹം പറഞ്ഞാൽ മറ്റൊരു മാറാരോഗങ്ങളെല്ലാം മാറും എന്നാണ് ഇദ്ദേഹം പറയാം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ പലർക്കും അസുഖങ്ങളുണ്ട്, പലരും അസുഖം ബാധിച്ച് മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് കർത്താവ്, ലാസറിനെയൊക്കെ ഉയർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പോയി എന്തുകൊണ്ട് അവരെയൊക്കെ ഉയർപ്പിച്ചില്ല? എന്റെ ഒരു ചോദ്യം അവിടെയാണ്. ഇത് ഈ പറഞ്ഞതുപോലെ ഇവരൊന്നും പുള്ളിയെ സഹായിക്കാൻ കാശ് കൊടുക്കാണില്ല. അതുകൊണ്ട് പുള്ളി അവരുടെ എതിർപ്പും തടഞ്ഞു, രോഗം ഭേദമാക്കുന്നതും അദ്ദേഹം തന്നെ തടഞ്ഞു കാണും എന്ന് നമുക്ക് പറയുന്ന പ്രകാരമാണെങ്കിൽ അതെ എന്ന് നമുക്ക് വേണേൽ പറയാം. പക്ഷേ ഇദ്ദേഹത്തിന് മറ്റൊരാളിനെ വേണ്ട, അദ്ദേഹവുമായിട്ട് ബന്ധം ഇല്ലാത്തവരെ വേണ്ട. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെയുള്ള മരിച്ചിട്ടുള്ള ആരെയെങ്കിലും ഇദ്ദേഹം പോയി ഉയർപ്പിക്കട്ടെ. അത് എങ്കിൽ നമുക്ക് സമ്മതിക്കാം. പോട്ടെ, അവരുടെയൊക്കെ അസുഖങ്ങള്, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ പലർക്കും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
പിന്നെ മനുഷ്യനായ അസുഖങ്ങൾ വരും. ഇപ്പൊ എനിക്കും രാജേഷിനൊക്കെ വരും, അതെ. എല്ലാവർക്കും വരും. ആർക്കും അസുഖം ഇരിക്കത്തില്ല. പക്ഷെ അവരുടെ അസുഖങ്ങളൊക്കെ ഒന്ന് മാറ്റട്ടെ പുള്ളി. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ അസുഖം മാറ്റി ഒന്ന് കാണിക്കട്ടെ. ഞാനാണ്ട് അസുഖം മാറ്റി, ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അസുഖം മാറ്റി, അത് അദ്ദേഹം കാണിക്കട്ടെ. ഇതിനൊന്നും കഴിവില്ലാത്ത ഒരാളെ നമ്മൾ വെല്ലുവിളിക്കുന്നതായി പോകും. കാരണം മറ്റുള്ള ഈ പാവപ്പെട്ടവരുടെ അസുഖം എങ്ങനെ മാറ്റുമെന്ന് ആലോചിച്ചിരിക്കുന്ന ഈ പാസ്റ്റർ എങ്ങനെ സ്വന്തം കുടുംബത്തിലെ അസുഖം മാറ്റുമെന്നുള്ളതുകൊണ്ട് ആലോചിക്കണം. ഇന്ന് രാവിലെ ഞാൻ ഈ 2 ദിവസമായിട്ട് ഇദ്ദേഹത്തിന്റെ ചില വീഡിയോകൾ ഞാൻ എടുത്ത് അദ്ദേഹത്തെ 1-2 വിമർശനങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എന്നെ പല ആളുകളും എവിടെ നിന്നെല്ലാം വിളിക്കുന്നത് എനിക്കെന്നറിയില്ല. ഇവിടെ പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, നാട്ടിൽ നിന്നൊക്കെ പലരും വിളിക്കാറുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ ഒരു സുവിശേഷ പ്രവർത്തകർ, ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിയോട് സംസാരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനൊരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ പേര് പ്രിൻസ് നിലമ്പൂർ എന്നാണ്. അദ്ദേഹം ഈ ഇതുപോലുള്ള വ്യാജ അല്ലെങ്കിൽ കപട ഭക്തിക്കാരെയൊക്കെ തുറന്നു കാണിക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത്. യാദൃശ്ചികമായി ഞങ്ങൾ ഫോണിലൂടെ സംസാരിച്ചതാണ്. അദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ പല തവണ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊന്ന്. രണ്ടാമത്, ഇന്നലെ ഒരു ദേവദാസൻ, ഒരു സുവിശേഷ പ്രവർത്തകൻ ഇന്നലെ രാത്രി ഞാനോട് സംസാരിക്കാനായിരുന്നു. അവരൊക്കെ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച്, ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അതിനെക്കുറിച്ചൊക്കെ അവര് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോ ഇതിനു മുൻപ് പെന്തക്കോസ്ത് സഭ അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിശ്വാസം ഉണ്ടായ കാലം മുതൽ ഇതുപോലെ പാസ്റ്റർമാരും സുവിശേഷ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. ഇപ്പം പിന്നെ ക്രൈസ്തവ സഭകൾ അങ്ങോട്ട് മാറ്റിവെക്കാം. പക്ഷെ അവരാരും പലരും ഇപ്പോഴും പണ്ടുള്ള പല സുവിശേഷ പ്രവർത്തകരും പാസ്റ്റർമാരും ഒക്കെ ഇപ്പോഴും നമുക്കിടയിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. അവരാരും ഒന്നും ഇതുപോലെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. രോഗം തടയുന്നു. അല്ല, ഈ പിന്നെ രോഗശമനം ഉണ്ടാക്കുന്ന അവകാശപ്പെടുകയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രോസ്പെരിറ്റി, അനുഗ്രഹം തടയുകയോ ചെയ്യുമെന്നൊന്നും അവർ പറയുന്നില്ല. അവര് ദൈവമായിട്ട് സംസാരിച്ചു, ഇന്നതാണ് ദൈവമായിട്ട് പലർക്കും സംസാരിക്കുന്നുണ്ട്. അത് എനിക്കും നിങ്ങൾക്കും എല്ലാം സാധിക്കും. ദൈവമായിട്ട് സംസാരിക്കാൻ പറ്റും. കാരണം നമ്മള് അതുമായിട്ട് ഉറച്ച് ഏകാഗ്രതയോടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് ചലിക്കാതെ നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്ന ഒരു ശക്തിയുണ്ട്. നമുക്ക് ഒരു കേന്ദ്ര ബിന്ദുവിൽ മാത്രം നമ്മൾ നോക്കിയിരുന്ന് അതുമായിട്ട് മാത്രം പിന്നെ ഇപ്പോൾ നമുക്ക് അങ്ങനെ പരിശീലിച്ച് 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടല്ല, അങ്ങനെ വർഷങ്ങളോളം പരിശീലിച്ച് ദൈവമായിട്ട് സംസാരിച്ചിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അവരൊന്നും ഇങ്ങനെ കൊട്ടി ഒഴിച്ചുകൊണ്ട് നടക്കില്ല. അവരാരും ഇങ്ങനെ പറയാം. ആ ദൈവമായിട്ട് സംസാരിക്കുന്ന പറഞ്ഞാൽ അവർക്ക് തമ്മില് അവരുടെ മനസ്സിൽ തോന്നുവാണ്. അതൊരു ഫീലിംഗ് ആണ്, ഒരു അനുഭവമാണ്. ഇപ്പം ദൈവമായിട്ട് സംസാരിക്കുന്ന ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ടല്ലേ. അതെ, ഇദ്ദേഹം പറയുന്നത് എന്തുവാ ഇപ്പോഴെങ്ങനെയാണ് പുതിയ ലേറ്റസ്റ്റ് പുള്ളി ഫോണിൽ വിളിച്ച്. അപ്പൊ ദൈവം ഏത് ഫോണിലാ സംസാരിച്ചതെന്നാ എന്റെ ഒരു സംശയം. ഐഫോൺ ആയിരിക്കും അല്ലയോ? ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോൺ ആയിരിക്കും അല്ലേ? ഇദ്ദേഹത്തിന് നമ്പർ എടുത്ത് കിട്ടിയെന്നുള്ളതാണ്. അപ്പോസ്തലനായതുകൊണ്ട് ദൈവത്തിന് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ തപ്പിയെടുത്ത് അതിൽ വിളിച്ച്. അപ്പോസ്തലൻ തന്നെ ദൈവത്തിന്റെ ശിഷ്യൻ എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ ശിഷ്യനായപ്പോ ശിഷ്യന്മാർക്ക്, ഇപ്പൊ രാജേഷിന്റെ ശിഷ്യന്മാർക്ക് രാജേഷിന്റെ നമ്പർ തരത്തില്ല, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ നമ്പർ രാജേഷിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമ്പർ കാണും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ദൈവത്തിന്റെ നമ്പർ കാണും, ഇദ്ദേഹത്തിന്റെ നമ്പർ കാണും. ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും സംസാരിച്ചിട്ടുണ്ട് കാണും. പിന്നെ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആളായതുകൊണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സാമ്പത്തികമാണ് ബുദ്ധിമുട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പോക്കിനെ, അപ്പൊ അങ്ങനെയാണല്ലോ ദൈവം സംസാരിക്കുന്നത്. അപ്പൊ ദൈവം കൂടെ ദൈവമായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ദൈവം ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിരിക്കും, ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ ആയിരിക്കും ദൈവത്തിന്റെ ഇരിക്കുന്നത്. പഴയതൊക്കെ ഇപ്പം ആർക്കും. അപ്പൊ അങ്ങനെയുള്ള ഐഫോൺ ആയിരിക്കും. സ്വർഗത്തിൽ ഇപ്പൊ ഐഫോൺ ഉണ്ടോ? ആയിരിക്കും. ദൈവം സ്വർഗത്തിലാണ്. അത് മാത്രമല്ല, ദൈവം പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് പിരിച്ച് ജീവിക്കാതെ ഏത് ദൈവമാണ് പറയുന്നത് അറിയത്തില്ല. മറ്റുള്ള ഒരാളുടെ നിന്ന് നീ
പിരിച്ച് നീ ജീവിക്കുക, അല്ലെങ്കിൽ പിരിച്ച് നീ ഒരു സ്വത്തുണ്ടാക്കുക. അല്ല, അതിനകത്ത് പറയുന്നുണ്ടല്ലോ, ദൈവം തന്നെ പറയുന്നുണ്ട്, നിനക്കുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്തവന് കൊടുക്കാൻ പറയുന്നുണ്ട്, ഉള്ളവർ ഇല്ലാത്തവന് കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ. പിരിക്കാൻ പറയുന്നില്ല. അതൊരു പിരിവിന്റെ വേറെ വേർഷനല്ലേ? നമ്മുടെ മനസ്സോടെ, നമ്മുടെ കയ്യിൽ ഉള്ള സ്വത്തിന്റെ ഒരു ഭാഗം നമ്മുടെ മനസ്സോടെ, നമ്മുടെ പൂർണ്ണ അനുഭവത്തോടെ ഇല്ലാത്ത ഒരാൾക്ക് ദാനം ചെയ്യും. ഇല്ലാത്തവരെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഒരാൾക്ക് അയാളെ ഇല്ലെന്ന് നമുക്ക് തോന്നും. ഒരാളിനെ എങ്ങനെ നമുക്ക് ഇല്ലാത്ത? അപ്പൊ അത് ഇദ്ദേഹം പറയുമോ എനിക്കില്ല, വേണം, ഇല്ല. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞത് 8 കോടി രൂപയ്ക്ക് ചർച്ച് പണിയണമെന്ന്. അദ്ദേഹം 8 കോടിക്കോ 80 കോടിക്കോ ചർച്ച് പണിഞ്ഞോട്ടെ, അതൊന്നും നമുക്ക് മുമ്പ് തന്നെ അത് നല്ലത് തന്നെയാണ്. ചർച്ച് പണിയുന്നതും ഒക്കെ നല്ലതായിരിക്കും. 8 കോടി 80 കോടിയോ ചെയ്തോട്ടെ. ഈ 8 കോടി എവിടുന്നാ ഉണ്ടാക്കുന്നത്? ഈ പട്ടിണി പാവങ്ങൾ കൊടുക്കും. പട്ടിണി പാവങ്ങളുടെ അത് പറയുന്നത്. ഈ 8 കോടി ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് 8 കോടി വേണം, 8 കോടിക്ക് വേണ്ടിയാണ് 8 കോടിയാണ് ചെലവാക്കിയാണ് ചർച്ച് പണിയുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി ഇത് സംസാരിക്കാൻ വന്നത് പാസ്റ്റർ PG വർഗീസാണ്. ഈ പാസ്റ്റർ PG വർഗീസ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്ററാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ നല്ല പ്രസംഗമൊക്കെ അങ്ങനെയാണ് ഞാൻ കേട്ടുള്ളത്. എനിക്ക് ഒരുപാട് ബന്ധുക്കോസ് സുഹൃത്തുക്കളും പാസ്റ്റർമാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഈ PG വർഗീസിനെ കുറിച്ച് ഒരു ആരോപണങ്ങളോ മറ്റേതൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയാ പറയുന്നത് ഈ ഡിസംബർ മാസത്തെ ഇതിപ്പോ നവംബർ, അടുത്ത ഡിസംബർ മാസത്തെ 1 മാസത്തെ വരുമാനം ഇദ്ദേഹത്തിന്റെ ചർച്ചിന് വേണ്ടി കൊടുക്കണം.